ഇന്നിപ്പോൾ നമ്മൾ വയനാട്ട് വീട്ടിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ചെടികളെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഓണറമ്മ എനിക്ക് വെള്ളയപ്പമൊക്കെ കഴിക്കാൻ വേണ്ടി തന്നെ ഇതൊക്കെ കഴിച്ചിട്ട് മോള് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്കിന്ന് വൈറ്റിലേന്നാണ് ബസ്സുള്ളത്. അപ്പോൾ വൈറ്റിലേ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ബസ് വരാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ചേട്ടനൊരു ചിക്കൻ റോളും ഞാനൊരു ചായയും മാത്രം കേട്ടോ കുടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ബസ്സിൽ കയറുമ്പോൾ എന്തെങ്കിലും കുറിക്കാൻ വേണമല്ലോ എന്ന് ഓർത്ത് അരിമുറുക്കാണ് മേടിച്ചത്. കാരണം അരിമുറുക്ക് തിന്നുമ്പോൾ വയറിനൊരു സുഖം കിട്ടുക യാത്രയിൽ. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അരിമുറുക്കെല്ലാം മേടിച്ച് ബസ്സിൽ കയറിയതും ബസ് എടുത്തതും ഞാൻ ആ അരിമുറുക്കങ്ങ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. രണ്ടെണ്ണം കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഞാൻ ബസ്സിൽ കിടന്നങ്ങോട്ട് ഉറങ്ങി കഴിഞ്ഞാൽ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ നാട്ടിലെത്തി കേട്ടോ, അടിവാരത്ത് കോഴിക്കോട്. അത് കഴിഞ്ഞ് പിന്നെയും കിടന്നുറങ്ങി എണീറ്റപ്പോൾ നമ്മുടെ മാനന്തവാടി എത്തി. മാനന്തവാടി പിന്നെ ഞങ്ങൾ രാവിലെ 5 മണിയായപ്പോൾ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ 2 ചായയൊക്കെ ഓർഡർ ചെയ്തപ്പോഴത്തേനും ചൂടുള്ള പരിപ്പുവടയും വടയൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓരോ പരിപ്പുവടയും ചേർന്നൊരു വടയൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. വയനാട്ടിൽ എന്ത് തണുപ്പാന്ന് പറയുക, 16 ഡിഗ്രി ഉള്ളൂ ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോകും കേട്ടോ. അവിടെയൊക്കെ ഫുൾ കോടമഞ്ഞാണ്. അപ്പോൾ വീഡിയോയിൽ അതൊന്നും പകർത്താൻ കിട്ടും. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറേ ചെയിനൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ചൊറിയൻ ചെയിൻ കേട്ടോ, തിന്നാൻ പറ്റൂലേ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പശുവിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടീം നമ്മളെ പീഡിപ്പിക്കുക വന്നപ്പോൾ. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ കയറി കടന്നുറങ്ങി കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ.